നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചില ദേവീദേവന്മാരുടെ വഴിപാടുകളുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യം പുഷ്പാഞ്ജലിയെ പറയാം. ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പം കൊണ്ട് അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ മാനസികവും ശാരീരികവുമായ ശുദ്ധി കൈവരുന്നു. ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നു. രക്തപുഷ്പാഞ്ജലി ശത്രുദോഷത്തെ ഇല്ലാതാക്കുകയും ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുന്നു. മംഗല്യഭാഗ്യത്തിനു വേണ്ടിയാണ് കുങ്കുമാർച്ചന നടത്തുന്നത്. സഹസ്രനാമാർച്ചന, അഷ്ടോത്തര ശതനാമാർച്ചന മുതലായവ ഐശ്വര്യത്തിനു വേണ്ടിയാണ് നടത്തുന്നത്. ഭാഗ്യസൂക്താർച്ചന, ശ്രീ സൂക്താർച്ചന മുതലായവ ധനം, സമ്പത്ത് മുതലായവ വർദ്ധിക്കുന്നതിന് വേണ്ടി നടത്തുന്നവയാണ്. വിളക്ക് കത്തിക്കുന്നതിൻ്റെ പിറകിലുള്ള താത്വിക വശം ഇപ്രകാരം നടത്തുന്നയാളുടെ മാനസിക അന്ധകാരം ഇല്ലാതാക്കുക എന്നതാണ്. നെയ്വിളക്ക് കത്തിക്കുന്നത് നേത്ര സംബന്ധമായ രോഗങ്ങൾ ശമിക്കുന്നതിനും ശാരീരികമായ അവശതകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ്. എണ്ണവിളക്ക് വാതരോഗശാന്തിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. ശനിദോഷ പരിഹാരത്തിനായി ശാസ്താക്ഷേത്രങ്ങളിൽ എണ്ണവിളക്ക് നടത്തുന്നു. ശനിദോഷ പരിഹാരത്തിന് വേണ്ടിയുള്ള മറ്റൊരു പ്രധാന വഴിപാടാണ് നീരാഞ്ജനം. നിശ്ചിത ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം നടത്തുകയും ചെയ്താൽ മദ്യാസക്തിയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ചന്ദനം ചാർത്തൽ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ചന്ദനം ചാർത്തുന്നത്. വിദ്യ, ധനം, മുഖശ്രീ, വാക്പാടവം മുതലായവ ഇതുമൂലം വർദ്ധിക്കുന്നു. ത്രിമോതിര നേദ്യം അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ത്രിമോതിരം വഴിപാടായി നടത്തുന്നത്. വെള്ള നിവേദ്യം അന്നമയമായ ശരീരത്തിന് ദോഷങ്ങൾ തീരുന്നതിനും ചിത്തശുദ്ധിക്കും ശത്രുദോഷ നിവാരണത്തിനും വേണ്ടിയാണ് വെള്ള നിവേദ്യം വഴിപാടായി നടത്തുന്നത്. നിറപറ ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി നടത്തുന്നു. നിറമാല ആഗ്രഹ സാഫല്യത്തിനും മനഃശാന്തിക്കും വേണ്ടി നടത്തുന്നു. അന്നദാനം ആഗ്രഹ സാഫല്യത്തിനും ഐശ്വര്യ സമൃദ്ധിക്കും വേണ്ടി നടത്തുന്നു. ടാലി സമർപ്പണം വിവാഹദോഷങ്ങൾ തീരുന്നതിനും ദീർഘസുമംഗലിയായിരിക്കുന്നതിനും വേണ്ടി പാർവതി പരമേശ്വരന്മാരുടെയോ ദേവിയുടെയോ തിരുനടയിൽ താലി, വസ്ത്രം, ആഭരണങ്ങൾ മുതലായവ സമർപ്പിക്കുന്നു. അഭിഷേകം പാപനാശനമാണ് അഭിഷേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 വസ്തുക്കളാണ് പൊതുവെ അഭിഷേകത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ശുദ്ധജലം, പാല്, തൈര്, തേൻ, നെയ്യ്, കരിമ്പുനീർ, ഇളനീർ വെള്ളം, കളഭം എന്നിവയാണവ. ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട്. ശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്താൽ 10, പാൽ കൊണ്ടാണെങ്കിൽ 100, ദധി കൊണ്ടാണെങ്കിൽ 1000, തേൻ കൊണ്ടാണെങ്കിൽ 10,000, നെയ്യ് കൊണ്ടാണെങ്കിൽ 1,00,000, കരിമ്പുനീര് കൊണ്ടാണെങ്കിൽ 10,00,000, ഇളനീർ വെള്ളം കൊണ്ടാണെങ്കിൽ 1,00,00,000, സുഗന്ധജലം കൊണ്ടാണെങ്കിൽ അനന്തം അപരാധങ്ങളും നശിക്കുന്നു.